നമസ്കാരം. ജാതി സെൻസസ് നടത്തുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അപ്പൊ ഈ ജാതി സെൻസസ് നടത്തുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വ്യക്തിപരമായിട്ട് ഈ മതം അല്ലെങ്കിൽ ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് നടത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം എന്റെ ഫസ്റ്റ് ഡിഗ്രി ഓഫ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു ഭാരതീയനാണ് എന്നുള്ളതാണ്. പക്ഷെ ഗവൺമെന്റ് ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ചു. നമ്മുടെ നാട്ടിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും വേണ്ടതും അതുതന്നെയായിരുന്നു. അതുകൊണ്ട് രാജ്യത്തിന്റെ പൊതു താല്പര്യം ജാതി സെൻസസിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് വേണം ഇപ്പോൾ നമുക്ക് കരുതുവാൻ. 1871 ഭാരതത്തിൽ ആദ്യമായിട്ട് സെൻസസ് നടത്തുന്നത്, ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. അത് ജാതി സെൻസസ് ആയിരുന്നു. അതായത് ജനസംഖ്യാ കണക്കെടുപ്പിനോടൊപ്പം ഓരോ വ്യക്തിയുടെയും മതം, ജാതി ഇത് രണ്ടും കൂടെ ചേർത്ത് രേഖപ്പെടുത്തുന്നതാണ് ജാതി സെൻസസ്. 1871 ഈ ജനസംഖ്യാ കണക്കെടുപ്പ് അത്ര ആക്യുറേറ്റ് ആയിരുന്നില്ല. അതൊരു എസ്റ്റിമേറ്റഡ് കണക്കെടുപ്പായിരുന്നു. പക്ഷേ ഈ ആദ്യമായിട്ട് ഓരോ കമ്മ്യൂണിറ്റിക്കും അവരെത്ര പേരുണ്ടെന്നും ഓരോ മതത്തിലും എത്ര പേരുണ്ടെന്നും ഈ പൊതുജനത്തിന് ആദ്യമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടാവുന്നത് 1871 ഈ സെൻസസിൽ നിന്നാണ്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ എല്ലാ സെൻസസുകളും ജാതി സെൻസസുകളായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് 1951 51 ജനസംഖ്യാ കണക്കെടുപ്പ് ജാതി സെൻസസ് ആയിരുന്നില്ല. അത് ജനസംഖ്യാ കണക്കെടുപ്പ് മാത്രമായിരുന്നു. അതിന് പ്രധാന കാരണക്കാരൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹമാണ് ഈ ജനസംഖ്യാ കണക്കെടുപ്പിൽ നിന്നും ജാതി അല്ലെങ്കിൽ മതം അതെടുത്തു മാറ്റി ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് മാത്രമായിട്ട് സെൻസസിനെ നിജപ്പെടുത്തിയത്. അതിന് കാരണം ജാതിയുടെ പേരിൽ സമൂഹത്തിലൊരു സോഷ്യൽ ഡിവിഷൻ ഉണ്ടാകാതിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ ഈ ജാതി സെൻസസ് എടുത്ത് മാറ്റിയത്. ഏതായാലും 2026 രാജ്യം നേരിടുവാൻ പോകുന്ന സെൻസസ് ജാതി സെൻസസ് ആയിരിക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ നാട്ടില് 2 കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് ഹിന്ദുക്കളും മറ്റത് ഹിന്ദുക്കളായിരുന്നവരും. അതായത് ഭാരതത്തിൽ ഉള്ള എല്ലാ മതക്കാരും, അത് ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ മുസ്ലിം ആയിക്കൊള്ളട്ടെ, ഇവരാരും ഭാരതത്തിന് പുറത്തു നിന്നും വന്നവരല്ല. ഇവിടെയുള്ള ഹിന്ദുക്കളും മതം മാറി ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒക്കെ ആയതാണ്. മതമാറ്റത്തിന് പല കാരണങ്ങളുണ്ട്, പല സോഴ്സസുകളുണ്ട്. അതിലെ ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ ഒരു പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിലെ ജാതി വ്യവസ്ഥയാണ്. ഈ ജാതി വ്യവസ്ഥ നിലനിൽക്കുക എന്നുള്ളത് ഈ കൺവേർഷൻ ഫാക്ടറീസിന്റെ ഒരാവശ്യമായിരുന്നു. കാരണം ഈ ജാതി വ്യവസ്ഥ ആണ് മതം മാറ്റം പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അല്ലെങ്കിൽ മതപരിവർത്തനത്തിന്റെ ഒരു കാരണം ഹിന്ദു സമുദായത്തിലെ ജാതി വ്യവസ്ഥയാണ്. ഈ മതപരിവർത്തനം നടത്തുന്ന ആൾക്കാര് ഈ മതപരിവർത്തനം നടത്തുന്നത് ഈ സെമറ്റിക് റിലീജിയൻ, അത് ഇസ്ലാം ആയിക്കൊള്ളട്ടെ ക്രിസ്ത്യാനിറ്റി ആയിക്കൊള്ളട്ടെ, ഈ മതത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ ജാതി ഇല്ല എന്നൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മതം മാറിയാലും ജാതി മാറുന്നില്ല, മതം മാറിയാലും ജാതി തുടരുന്നു. അയാൾ ഹിന്ദു സമുദായത്തിൽ മതപരമായി അല്ലെങ്കിൽ ജാതിപരമായി എന്ത് തൊഴിലാണോ ചെയ്തിരുന്നത് മിക്കവാറും അതേ തൊഴിൽ ഈ പുതിയ മതത്തിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് മതം മാറ്റുവാൻ വേണ്ടി ജാതി ഇല്ലാത്ത ഒരു ലോകം കാട്ടുകയും യഥാർത്ഥത്തിൽ ജാതിയുടെ മറ്റൊരു ഫോമിലേക്ക് അവർ മാറ്റപ്പെടുകയും അല്ലെങ്കിൽ മറ്റൊരു പേരിൽ വിളിക്കുന്ന ജാതിയിലേക്ക് അവർ മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ജാതി ഇല്ലാത്ത ലോകം സ്വപ്നം കൊണ്ടും ഹിന്ദു സമുദായത്തിൽ നിന്നും മതം മാറിയവരിൽ ഭൂരിപക്ഷവും സോക്കോൾഡ് താഴ്ന്ന ജാതിക്കാർ ഇൻ കോട്ട്സ്, കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല, സോക്കോൾഡ് താഴ്ന്ന ജാതിക്കാരാണ്. ഇനി ഈ മതം മാറ്റത്തിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അങ്ങനെയും ആൾക്കാർ മതം മാറിയിട്ടുണ്ട്. ഈ ഭരണവർഗത്തിന്റെ കൂടെ നിൽക്കുവാൻ
അവരുടെ മതമായി മാറുന്ന ഒരു പ്രക്രിയ. അത് കൂടുതലും ഈ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയൊക്കെയാണ് ഇവര് മതം മാറിയിരുന്നത്. ഫോർ എക്സാമ്പിൾ, ജസിയ പോലുള്ള ടാക്സ്, ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ധാരാളം ഹിന്ദുക്കൾ ഇസ്ലാമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മുഗൾ ഇൻവേഷൻ പീരീഡിൽ അല്ലെങ്കിൽ ഇസ്ലാമിക് ഇൻവേഷൻ പീരീഡിൽ അവര് അമുസ്ലിങ്ങൾക്ക് ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു. ഒന്നുകിൽ ടാക്സ് അടച്ച് ഹിന്ദുക്കളായിട്ടോ മറ്റ് മതക്കാരായിട്ടോ കഴിഞ്ഞുകൂടുക, അല്ലെങ്കിൽ ഇസ്ലാമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ടാക്സ് അവോയ്ഡ് ചെയ്യുക. അപ്പൊ ഈ അമുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ടാക്സിന്റെ പേരാണ് ജസിയ. അപ്പൊ ഈ ജസിയ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ധാരാളം ഹിന്ദുക്കൾ മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരിൽ കൂടുതലും ഈ ഹിന്ദു സമുദായത്തിലെ സോ കോൾഡ് ഉന്നത ജാതിക്കാരായിരുന്നു. സോ കോൾഡ്, അഗെയിൻ ഇൻ കോട്ട്സ്. ഇവർ യഥാർത്ഥത്തിൽ അവസരവാദികളാണ്. കാരണം ഇവർക്ക് ഹിന്ദു സമാജത്തില് ജാതിപരമായ യാതൊരു അനീതിയും നേരിട്ടിരുന്നില്ല, ഉച്ചനീതിത്വവും നേരിട്ടിരുന്നില്ല. ഇവര് മതം മാറുവാനുള്ള പ്രധാന കാരണം ഈ ടാക്സ് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം, അതായിരുന്നു അവരുടെ മതം മാറ്റത്തിന്റെ കാരണം. ഇനി മതം മാറ്റത്തിന് മൂന്നാമതൊരു ആംഗിൾ കൂടിയുണ്ട്, ഭീഷണിയുടെ ആംഗിൾ. അതായത് 1921 മലബാറിൽ സംഭവിച്ചതുപോലെ ഈ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി മതം മാറിയവർ. യഥാർത്ഥത്തിൽ ഇന്ന് അവശേഷിക്കുന്ന ഹിന്ദുക്കള് ഇതിലൊന്നും ഈ വശംവദരാവാതെ കഴിഞ്ഞുകൂടിയ ആൾക്കാരാണ് ഇന്ന് അവശേഷിക്കുന്ന ഹിന്ദുക്കൾ. ഇങ്ങനെ പല രീതിയിൽ മതം മാറ്റപ്പെട്ടവർ ഈ പുതിയ മതത്തിലും ഈ ജാതി ശ്രേണിയുടെ പേരിൽ പ്രത്യേകമായിട്ട് കമ്പാർട്ട്മെന്റലൈസ് ആയിട്ട് നിർത്തപ്പെട്ടു. അതുകൊണ്ട് ഇന്നിപ്പോ നമ്മൾ ഇസ്ലാം എടുത്താലും ക്രിസ്ത്യാനിറ്റി എടുത്തു പോയിക്കഴിഞ്ഞാലും ഇതിനകത്തൊക്കെ ഏതാണ്ട് 200 മുതൽ 300 വരെ ജാതിയും ഉപജാതിയും ഒക്കെ ഉണ്ടാവും. ഈ സെമറ്റിക് റിലീജിയന്റെ ഒരു ബേസിക് നേച്ചർ, ഇന്നത്തെ ഒരു ബേസിക് നേച്ചർ, അവര് ഈ ആസ് എ റിലീജിയൻ ഒരു മതം എന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ടാണ് പലപ്പോഴും നിൽക്കുന്നത്. അതിനകത്ത് ഈ ജാതി സംഘടനകളെക്കാളി ജാതിക്കപ്പുറം ഒരു മതമായിട്ട് അവര് നിൽക്കും, ഇസ്ലാം ആയാലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും. പക്ഷെ ഹിന്ദു സമാജം അങ്ങനെയല്ല. ഹിന്ദു സമാജം ഒരു മതം എന്ന പേരിൽ ഒരുമിച്ച് നിൽക്കാറില്ല. പക്ഷെ ഹിന്ദു സമാജത്തിൽ ജാതിയാണ് ഈ പ്രോമിനന്റ് ആയിട്ട് വരുന്നത്. ജാതി സംഘടനകൾ വളരെ സ്ട്രോങ് ആണ്. ജാതി പരമായിട്ട് ഇവർ ഒരുമിച്ച് നിൽക്കും. പക്ഷേ ഒരു ജാതിക്കപ്പുറം ഹിന്ദു ആസ് എ റിലീജിയൻ ഇവർ ഒരുമിച്ച് നിൽക്കാറില്ല. പക്ഷെ നേരെ മറിച്ച് സെമറ്റിക് റിലീജിയനായ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ഇസ്ലാമിലാണെങ്കിലും അതിനകത്തുള്ള ജാതി ഈ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും അതിന് അത്ര പ്രോമിനൻസ് ഇല്ല. കാരണം ബിയോണ്ട് ദാറ്റ് ജാതി ഇവര് ക്രിസ്ത്യാനിയായിട്ടും മുസ്ലിമായിട്ടും ഒറ്റക്കെട്ടായിട്ട് ആണ് സാധാരണ നിൽക്കുന്നത്. ഈ 2026 സെൻസസ് കഴിയുമ്പം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ഈ മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും ജാതി സംഘടനകൾ ശക്തമാവും. ഇതത് ശക്തമല്ല. ഹിന്ദു സമാജത്തിൽ ജാതി സംഘടനകൾ ശക്തമാണ്. ഏതാണ്ട് അതേ സ്ഥിതി മറ്റ് രണ്ട് മതങ്ങൾക്കിടയിലും ഉണ്ടാവും. ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനെ ആയിരിക്കും. കാരണം കോൺഗ്രസിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിവൈഡഡ് മെജോറിറ്റിയും യുണൈറ്റഡ് മൈനോറിറ്റിയുമാണ്. ഹിന്ദുസ് ആർ ഓൾറെഡി ഡിവൈഡഡ് ഓൺ കാസ്റ്റ്. ഇന്ന് ഈ മൈനോറിറ്റീസ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ദേ ആർ നോട്ട് ഡിവൈഡഡ്. ആസ് എ റിലീജിയൻ ദേ ആർ യുണൈറ്റഡ്. ആ ഒരു യൂണിറ്റി ഇറ്റ് വിൽ ഗെറ്റ് ഡിവൈഡഡ്. അതിനകത്ത് ജാതി സംഘടനകൾ ശക്തമാവും. ഇത് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനെ ആയിരിക്കും. മറ്റൊന്ന്, ഇതിന്റെ മറ്റൊരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന മതപരമായിട്ട് ഉള്ള സംവരണം അനുവദിക്കുന്നില്ല. നമ്മുടെ ഭരണഘടനാ പ്രകാരം സംവരണത്തിന് എലിജിബിലിറ്റി ഉള്ളത് ഹിന്ദു സമാജത്തിലെ OBC SC ST വിഭാഗങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ കേരളത്തിലടക്കം മുസ്ലിങ്ങൾക്ക് 12% സംവരണം കൊടുക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്. ഇതും 2026 ജാതി സെൻസസ് കഴിയുമ്പം റീവിസിറ്റ് ചെയ്യപ്പെടാം. കാരണം മുസ്ലിങ്ങൾക്കിടയിലും ഹൈ കോസ്റ്റും ലോ കോസ്റ്റും ഒക്കെ ഉണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ കൂട്ടർ ഈ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഹിന്ദുക്കൾക്കിടയിലെ ഉയർന്ന ജാതിക്കാര് കൺവേർട്ട് ചെയ്തവരുണ്ട്. അവർ അതേ നിലയിൽ മുസ്ലിങ്ങൾക്കിടയിൽ തുടരുകയാണ്. ഈ ജാതി വ്യവസ്ഥയുടെ തിക്തഫലങ്ങൾ കാരണം കൺവേർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, താഴ്ന്ന ജാതിക്കാരുണ്ട്. അവര് അതേ ലെവലിൽ ഇന്ന് മറ്റൊരു വിഭാഗമായിട്ട് ഇതേ സെമറ്റിക് റിലീജിയനിൽ കണ്ടിന്യൂ ചെയ്യാണ്. ഈ 12% റിസർവേഷൻ കിട്ടുന്നത് ആർക്കാണെന്ന് ഇന്ന് വ്യക്തമല്ല.
അതൊരു പക്ഷേ കിട്ടുന്നത് ഈ മുസ്ലിങ്ങൾക്കിടയിലെ സോക്കോൾഡ് ഹൈകാസ്റ്റ് ഗ്രൂപ്പിനായിരിക്കാം. ഇതും റിവിസിറ്റ് ചെയ്യപ്പെടാം. അതായത് ഈ ജാതി സെൻസസ് കഴിയുമ്പോൾ മിക്കവാറും കോൺഗ്രസിന്റെ ഈ യുണൈറ്റഡ് മൈനോറിറ്റി എന്ന സ്ട്രാറ്റജി തകർന്ന് തരിപ്പണമാകും. നോക്കൂ, ഈ ജാതി സെൻസസിന്റെ മറ്റൊരു കുഴപ്പം ജാതി സമൂഹത്തിലൊരു ചർച്ചാ വിഷയമാകും എന്നുള്ളതാണ്. അതൊരു കുഴപ്പമാണ്. ഈ നമ്മുടെ കോണ്ടക്സ്റ്റിൽ, ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ ജാതി എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അത് ക്രമേണ അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പ്രസക്തമായി വരും. അതാണ് ഇതിന്റെ ഒരു കുഴപ്പം. നമ്മൾ ഈ പഴയ തലമുറയെ നോക്കിക്കോ. എനിക്ക് ജാതിയില്ല, മതമില്ല എന്ന് പറയുന്ന ഈ പല മഹാന്മാരും അറിയപ്പെടുന്നത് ജാതിയുടെ പേരിലാണ്. പേര് ചോദിച്ചാൽ പറയുന്നത് പണ്ഡിറ്റ്ജി എന്നും നായനാരെന്നും നമ്പൂതിരിപ്പാടെന്നൊക്കെയാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി മാറി. ഈ പുതിയ തലമുറയ്ക്ക് ജാതി ചിന്ത കുറവാണ്. ജാതി ചിന്ത ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ജാതി സെൻസസും ഈ ജാതി തിരിച്ചുള്ള പോളിസി മേക്കിംഗും ഒക്കെ ആയി കഴിയുമ്പം ജാതിക്ക് സമൂഹത്തിൽ പ്രോമിനൻസ് വരും. ജാതി ചിന്ത വീണ്ടും സമൂഹത്തിൽ ശക്തി പ്രാപിക്കും. പക്ഷെ നമ്മുടെ ഇതുപോലുള്ള ഒരു ജനാധിപത്യത്തിൽ ഈ ജാതി സംഘടനകൾ അല്ലെങ്കിൽ ജാതി ചിന്ത ശക്തമായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു ദോഷവശം, മുഖ്യമന്ത്രി ആരാകണമെന്ന് ജാതി അനുസരിച്ച് തീരുമാനിക്കേണ്ടി വരും. ഇലക്ഷന് ആര് കാൻഡിഡേറ്റ് ആകണമെന്ന് ജാതി അനുസരിച്ച് തീരുമാനിക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കുഴപ്പം. പിന്നെ ഒരു ഗുണമുള്ളത്, ഈ ജാതി ഐഡന്റിറ്റി ശക്തമായി കഴിഞ്ഞാൽ, ജാതി സംഘടനകൾ ശക്തമായി കഴിഞ്ഞാൽ മതപരിവർത്തനം നിൽക്കും. അത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഏതായാലും ഈ 2026 ജാതി സെൻസസ് നടക്കട്ടെ. അതിന്റെ പരിണതഫലം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.